ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഹൃദയം ഇവിടേക്ക് എത്തിച്ചേരും. ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ആംബുലൻസ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ആംബുലൻസ് എത്തി ഈ സൈഡിലത്തെ ഈ വാതിലിലൂടെയാണ് ഹൃദയം പുറത്തേക്ക് എത്തുന്നത്. ഇതിലേറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വലിയ തോതിൽ ഉള്ള ആൾക്കൂട്ടം ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള സൗകര്യങ്ങളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ താഴത്തെ നിലയിലേക്ക് ഹൃദയം എത്തിച്ചു. അവിടെ ലിഫ്റ്റ് അടക്കം തയ്യാറാണ്. ലിഫ്റ്റ് ക്ലോസ് ചെയ്യുന്നു. വളരെ വേഗത്തിൽ തന്നെ വളരെ വേഗത്തിൽ അത് തിയേറ്ററിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഡോക്ടേഴ്സ് അടക്കമുള്ള ആളുകൾ അവിടെ ഒരു ക്രമീകരണത്തിനായി നിൽക്കുകയും ചെയ്യുന്നു. സെക്യൂരിറ്റി ജീവനക്കാർ കൃത്യമായി തന്നെ അതിനുള്ള ക്രമീകരണം ചെയ്തപ്പോൾ ഈ ഹൃദയവുമായി തിരുവനന്തപുരത്ത് നിന്ന് വന്ന 3 ഡോക്ടേഴ്സ് അടക്കമുള്ള ഈ ശസ്ത്രക്രിയയിൽ നിർണായകമായ പങ്കുവഹിക്കാനുള്ള ആളുകൾ അടക്കം എല്ലാവരും തന്നെ ഹൃദയത്തോടൊപ്പം മുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ശസ്ത്രക്രിയയുടെ ഘട്ടം ആരംഭിക്കുകയും ചെയ്യും. ഏതായാലും ആദ്യഘട്ടം പരിപൂർണ വിജയം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ഹൃദയവുമായി എയർ ആംബുലൻസിൽ ഹൃദയം കൊച്ചിയിലേക്ക് പറന്നിറങ്ങി. ഇനിയും ഉള്ള സമയം സർജറിയുടേതാണ്. മണിക്കൂറുകൾക്കകം തന്നെ വിജയകരമായ നിലയിൽ ആ സർജറി പൂർത്തിയാക്കാൻ ഇതുവരെയുള്ള ഘട്ടങ്ങളെല്ലാം വളരെ വിജയകരമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അത് വളരെ ഭംഗിയായി തന്നെ എല്ലാം സംയോജിതമായി തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇനി അങ്ങോട്ട് ശസ്ത്രക്രിയ എപ്പോഴേക്കും ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉടനടി എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റിനുള്ളിൽ ശസ്ത്രക്രിയ നടത്താനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? എത്ര സമയം വരെ ഈ ശസ്ത്രക്രിയ നീളാനുള്ള സാധ്യതകളൊക്കെയാണ് ഡോക്ടർമാർ മുന്നിൽ കാണുന്നത്? അതായത് ഈ ഹൃദയം ഒരു ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തിയാൽ അതിന് 4 മണിക്കൂറിനുള്ളിൽ തന്നെ മറ്റൊരു ശരീരത്തിൽ അത് മിടിച്ചു തുടങ്ങണം എന്നാണ് ഡോക്ടേഴ്സ് അടക്കമുള്ളവർ പറയുന്ന കാര്യം. അതിനാൽ തന്നെ മണിക്കൂറുകൾക്കകം ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച് ഈ പുതിയ ശരീരത്തിൽ ഈ നേപ്പാൾ സ്വദേശിനിയായ പെൺകുട്ടിയുടെ ശരീരത്തിൽ ആ ഹൃദയം മിടിച്ചു തുടങ്ങണം. അപ്പോഴാണ് ആ ശസ്ത്രക്രിയ വിജയകരമാണോ എന്ന കാര്യത്തിൽ ആദ്യഘട്ടം പറയാൻ സാധിക്കൂ. അതിന് മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഈ സർജറിയുടെ അതായത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഹൃദയം ആരിൽ നിന്ന് എടുക്കുന്നോ ആ സർജറി ഒരു സ്ഥലത്ത് ആരംഭിക്കുന്ന അതേ സമയം തന്നെ സ്വീകരിക്കേണ്ട ആളുടെ സർജറിയുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. അനസ്തേഷ്യ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോൾ അതിനാൽ തന്നെ ഇനി മണിക്കൂറുകൾ 2 മണിക്കൂറിനുള്ളിൽ തന്നെ സർജറിയുടെ ആദ്യഘട്ടം വിജയകരമാണോ അല്ലയോ എന്ന കാര്യം സംബന്ധിച്ച് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ആ മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. പുതിയ ഒരു ശരീരത്തിൽ ആ ഹൃദയം മിടിച്ചു തുടങ്ങും എന്നതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിനിറ്റുകൾ മാത്രമെടുത്താണ് ഹയാത്തിൽ നിന്നും ആംബുലൻസിൽ ഈ ഹൃദയം ഇവിടേക്ക് പറന്നിറങ്ങുകയും ചെയ്തത്. അതിൽ പങ്കാളിത്തം വഹിച്ച ആളുകൾ ഒക്കെ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് എന്നതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവറുടെ ഒരു പ്രതികരണം അതിലേക്ക് എത്താൻ പറ്റി. റോഡ് നല്ല ക്ലിയർ ആയിരുന്നു. അതെ, അതുകൊണ്ട് കുഴപ്പമുണ്ട്. നല്ല ക്ലിയർ ചെയ്തായിരുന്നു. ഇല്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ട്. ഇത് നസീർ ഇപ്പോൾ ഇവിടെ കൃത്യസമയത്ത് ഈ ഹൃദയമാറ്റത്തിനുള്ള ഇവിടെ ഏതായാലും ആംബുലൻസ് ഡ്രൈവർമാർ വളരെ വേഗത്തിൽ തന്നെ അവരുടെ ദൗത്യം നിർവഹിക്കുകയും ചെയ്തു. പോലീസ് അടക്കമുള്ളവരുടെ കൃത്യമായ ഒരു പിന്തുണയും ഒരു കൃത്യമായ ആസൂത്രണവും അതിനെ സംബന്ധിച്ച് അവർക്ക് അത് വളരെ കൃത്യമായ ആ ദൗത്യം നിർവഹിക്കാനുള്ള കാര്യത്തിലേക്ക് സഹായകരമാവുകയും ചെയ്തു. വലിയ ആൾക്കൂട്ടം മറ്റൊരു കാര്യത്തിലുമില്ലാതിരുന്ന രീതിയിൽ വലിയൊരു ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് അതിനകത്ത് ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യം. ഈ ദൗത്യത്തിൽ പൈലറ്റ് ആയി ആ വാഹനത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഇപ്പോൾ അനൂപ് സാർ ഇപ്പം നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയായിരുന്നു ഈ ദൗത്യത്തെക്കുറിച്ചൊന്ന് പറയാം?
കൃത്യമായി നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമുക്ക് എത്താൻ പറ്റും. നമ്മൾ 4 മിനിറ്റ് അടുത്തോളമാണ് പറഞ്ഞത്. 3 മിനിറ്റുള്ളിൽ തന്നെ നമ്മൾ ഏകദേശം 3 മിനിറ്റാണ് 4 മിനിറ്റാണ് TAT പറഞ്ഞത്. നമ്മൾ 3 മിനിറ്റുള്ളിൽ തന്നെ നമ്മൾ എത്താൻ സാധിച്ചു. ഏത് തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഇന്ന് രാവിലെ മുതൽ നടപ്പിലാക്കിയിരുന്നു? അത് നമ്മൾ കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളിലും എവിടെയൊക്കെയാണ് പോയിന്റുകൾ കൊണ്ട് ആ പോയിന്റുകളെല്ലാം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും വലിയൊരു ദൗത്യത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ കൃത്യമായിട്ട് പ്രത്യേകിച്ച് കമ്മീഷണർ നേതൃത്വത്തിൽ എല്ലാ പോയിന്റുകളിലും ആളെ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി എല്ലാവരും അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് കറക്റ്റ് സമയത്ത് നമുക്ക് എത്താൻ സാധിച്ചു. 3 മിനിറ്റ് കൊണ്ടാണ് ഈ ചരിത്രപരമായ ദൗത്യം പൂർത്തിയാക്കി ഈ പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടി ഹൃദയം ഇവിടെ എത്തിയത്. ആ പൈലറ്റ് വാഹനം ഓടിച്ചത് ഇദ്ദേഹമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ദൗത്യത്തെക്കുറിച്ച്? ഞാൻ എൻ്റെ ജോലി ചെയ്തു. കുഴപ്പമില്ലായിരുന്നു. കൃത്യമായി ഈ സമയത്ത് എത്തിക്കാൻ കഴിയുമെന്നൊരു ഇതുണ്ടായിരുന്നു? ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല, ടെൻഷനൊന്നും ഉണ്ടായില്ല. യാതൊരു സമ്മർദ്ദവുമില്ലായിരുന്നു. വളരെ കൂളായി തന്നെ തൻ്റെ ഡ്യൂട്ടി ചെയ്തു എന്ന കാര്യമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഈ ദൗത്യം ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയായി എന്നതാണ് ഇതിനെ നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഇനിയും നിർണായകമാവുക സർജറിയുടെ നിമിഷങ്ങളാണ്. അടുത്ത 2 മണിക്കൂർ, ആ 2 മണിക്കൂറിനുള്ളിൽ രോഗിയുടെ ശരീരത്ത് ആ ഹൃദയം ഇടിച്ചു തുടങ്ങണം. ആ ഹൃദയമിടിപ്പിനായി കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. ഒരു ചരിത്ര ദൗത്യം ഇവിടെ ഈ ജനറൽ ആശുപത്രിക്ക് കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അനിൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും വലിയ രീതിയിലുള്ളൊരു നിർവൃതി പങ്കുവെക്കുന്നത് കണ്ടു. പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ആംബുലൻസുമായി ബന്ധപ്പെട്ടവരാണെങ്കിലും ഒക്കെ അവരവരുടെ ജോലികൾ അത് സമയബന്ധിതമായി തന്നെ ചെയ്യാൻ കഴിഞ്ഞു. അതിൽ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ചാരിതാർത്ഥ്യമുണ്ട് താനും. ഇനി അടുത്ത ഘട്ടം അത് വളരെ നിർണായകമാണ്, ശസ്ത്രക്രിയയുടെ ഘട്ടമാണ്. നമുക്ക് രാവിലെ തന്നെ അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് അടക്കം നമ്മളോട് പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ 1 വർഷം മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ഇത്തരമൊരു ശസ്ത്രക്രിയ നടത്താനായി എറണാകുളം ജനറൽ ആശുപത്രി സജ്ജമായിരുന്നു. അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ശസ്ത്രക്രിയയെ നേരിടുന്നത് എന്ന് അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായിരുന്നു. അനിൽ, എറണാകുളം ജനറൽ ആശുപത്രിയുടെ ഒരു ആത്മവിശ്വാസം ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? രാജ്യത്തെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണല്ലോ ജനറൽ ആശുപത്രി. തീർച്ചയായും ഈ രാജ്യത്തെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി ജനറൽ ആശുപത്രി മാറുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് 2ാം തവണയാണ്. കാരണം ജനറൽ ആശുപത്രികളുടെ ചരിത്രത്തിൽ, രാജ്യത്തെ ജനറൽ ആശുപത്രികളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ ഓപ്പൺ ഹാർട്ട് സർജറി നടന്നത് ഈ ജനറൽ ആശുപത്രിയിലാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 3 വിദഗ്ധരായ ഡോക്ടർമാർ അടങ്ങുന്ന സംഘമാണ് ഇന്ന് രാവിലെ തന്നെ പുലർച്ചെ 2 മണിയോടെ ഇവിടുന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തുകയും ഈ ശസ്ത്രക്രിയ നടപടികൾക്ക് നേതൃത്വം നൽകുകയും ഹൃദയവുമായി ഇവിടെ തിരിച്ചെത്തുകയും ചെയ്തത്. 2 കാത്ത് ലാബുകളടക്കം ആധുനികമായ സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ആശുപത്രി എന്ന ആത്മവിശ്വാസം ഈ ആശുപത്രിക്കുണ്ട്.